ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു നാടൻ പലഹാരമായിട്ടാണ്. നല്ല രുചികരമായിട്ടുള്ള ചക്കരച്ചോറാണ് കേട്ടോ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ചക്കരച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ഒരു 6 ഞാലിപ്പൂവൻ പഴം വട്ടത്തിലൊന്ന് മുറിച്ചെടുത്തിട്ടുള്ളതാണ്. ഈ ഒരു പഴം ചേർത്തിട്ടാണ് ചക്കരച്ചോറ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു അസാധ്യ രുചിയായിരിക്കും. നേന്ത്രപ്പഴം ചേർത്തുണ്ടാക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ഉള്ളത് ഇതുപോലെ ചെറുപഴം ചേർത്തുണ്ടാക്കുമ്പോഴാണ്. ഇനി ഇതിലോട്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ശേഷം കുക്കർ അടച്ചിട്ട് വിസിൽ വെച്ച് കൊടുക്കാം. ഒരു 6 വിസിൽ വന്നോട്ടെ. ഇപ്പോൾ ഇത് 6 വിസിലെല്ലാം വന്നിട്ട് കുക്കറിൻ്റെ പ്രഷറെല്ലാം നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി തുറന്നു നോക്കാം. ഇതാ കണ്ടോ, പച്ചരിയൊക്കെ നല്ല പെർഫെക്റ്റായി തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. അധികം അങ്ങ് ഉടഞ്ഞു പോകരുത്. നമ്മൾ കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കടിക്കാൻ പറ്റുന്ന പാകത്തിൽ കിട്ടണം. ഞാനിത് അവിടെ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചരിയും പഴവും ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു ഗ്ലാസ് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഞാനിത് 2 അച്ച് ശർക്കര ഉരുക്കിയെടുത്തിട്ടുള്ളതാണ്. ഇത് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ശർക്കരയ്ക്ക് പകരം പഞ്ചസാരയും ചേർക്കാവുന്നതാണ്. പക്ഷേ ശർക്കര ചേർത്തുണ്ടാക്കുമ്പോഴാണ് ചക്കരച്ചോറിന് നല്ലൊരു ടേസ്റ്റ് ഉള്ളത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ചിട്ട് കുറുകി വരണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. ശർക്കര ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതിലോട്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. വളരെയേറെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രുചികരമായിട്ടുള്ളൊരു നാടൻ ചക്കരച്ചോറിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ഒരു അരമുറി തേങ്ങ ചിരകിയതാണ്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതൊരു 2-3 മിനിറ്റ് കൂടെ മാത്രം അടുപ്പിൽ വെച്ചാൽ മതി. ശേഷം ഇത് വാങ്ങി വെക്കാം. ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള നാടൻ ചക്കരച്ചോറ് റെഡി. നോക്കിയേ, കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? ഇത് ഇരിക്കുന്നതോറും ഒന്നുകൂടി ഒന്ന് ടൈറ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു ചക്കരച്ചോറ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നിങ്ങൾക്ക് ഈ ഒരു പച്ചരിക്ക് പകരം നെല്ലുകുത്തരി ഉപയോഗിച്ചിട്ടും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. എല്ലാവർക്കും എൻ്റെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി നാടൻ ചക്കരച്ചോറ് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.